Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. അതിവേഗ വാർത്ത. MA ബേബിയെ CPIM ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. മലയാളികളായ അരുൺകുമാർ, വിജു കൃഷ്ണൻ ഉൾപ്പെടെ PBയിൽ പുതുതായി 8 പേർ. പ്രകാശ് കാരാട്ട് അടക്കം PBയിൽ 4 സ്ഥിരം ക്ഷണിതാക്കളെയും ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റിയിൽ 30 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 84 അംഗങ്ങൾ. ഒരു സീറ്റ് ഒഴിച്ചിട്ടു. ജോൺ ബ്രിട്ടാസ് കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള DL കരാട് കേന്ദ്ര കമ്മിറ്റിയിൽ മത്സരിച്ച് തോറ്റു. വഖഫ് ബിൽ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിൽ ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ടുള്ളതല്ല. വർഗീയ വിഷം കുത്തിവെച്ച് രാജ്യത്തിന്റെ വൈവിധ്യം തകർക്കാനാണ് ശ്രമം. കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് കത്തോലിക്ക സഭയ്ക്കെന്ന RSS മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനം RSSന്റെ മനസ്സിലിരിപ്പാണെന്നും മുഖ്യമന്ത്രി. സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സർക്കാർ വീണ്ടും ചർച്ച നടത്തും. നാളെ വൈകിട്ട് 3-ന് മന്ത്രി V. ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലാണ് ചർച്ച. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം 56 ദിവസവും നിരാഹാര സമരം 17-ാം ദിവസവും കടന്നു. നടൻ പൃഥ്വിരാജിന് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ്. ലൂസിഫർ, മരക്കാർ എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. എമ്പുരാൻ വിവാദവുമായി ബന്ധമില്ല എന്ന് ആദായ നികുതി വകുപ്പ്. മുൻപ് നടന്ന റെയ്ഡിന്റെ തുടർ നടപടിയെന്നും വിശദീകരണം. മലപ്പുറം ജില്ലയെക്കുറിച്ച് വർഗീയ ചുവയുള്ള വിവാദ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളി നടേശനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ്. സംഭവത്തിൽ കൽപ്പകഞ്ചേരി പോലീസിന് യൂത്ത് ലീഗ് നേതാക്കൾ പരാതി നൽകി. മലപ്പുറത്ത് ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ വിശദീകരണവുമായി SNDP യൂണിയൻ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ചിലർ പ്രചരിപ്പിക്കുകയാണെന്നും തന്നെ മുസ്ലിം വിരോധിയാക്കാനാണ് ശ്രമമെന്നും വെള്ളാപ്പള്ളി. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണോ എന്നതടക്കമുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസംഗ ഭാഗങ്ങൾ വ്യാപക വിമർശനത്തിന് ഇടയാക്കിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വെള്ളാപ്പള്ളി എപ്പോഴും രാജ്യത്തെ വിഭാഗീയതയുടെ ശബ്ദമാണെന്ന് മുല്ലപ്പള്ളി. ഇതൊന്നും നാടിന് അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ പഠിക്കാൻ ശ്രമിക്കണമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശം ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഇത് കേരളമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഇത്തരം പ്രസ്താവനകൾക്ക് ചർച്ചയാക്കേണ്ട പ്രാധാന്യം പോലും ഇല്ല എന്നും കുഞ്ഞാലിക്കുട്ടി. കോഴിക്കോട് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽകുമാറിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി സർക്കാർ റദ്ദാക്കി. നാട്ടിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെയെല്ലാം വെടിവെച്ചു കൊല്ലും എന്ന നിലപാടിനെ തുടർന്നാണ് സർക്കാരിന്റെ നടപടി. അധികാരം നിയമവിരുദ്ധമായി വിനിയോഗിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. വനം വകുപ്പിനെതിരായ ബിഷപ്പുമാരുടെ വിമർശനങ്ങൾക്കെതിരെ മന്ത്രി AK ശശീന്ദ്രൻ. പുരോഹിതന്മാർ അവരുടെ പദവിയോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. സംഘർഷ മേഖലകളിൽ സമാധാനത്തിന്റെ ദൂതന്മാരായി പ്രവർത്തിക്കേണ്ടവരാണ് പുരോഹിതന്മാർ. സംസ്ഥാനത്തെ നിരന്തരം വിമർശിക്കുന്ന സഭാ നേതാക്കൾ കേന്ദ്രത്തെക്കുറിച്ച് എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്നത് ദുരൂഹമാണെന്നും മന്ത്രി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡർമാർ നടത്തുന്ന സമരം 5-ാം ദിവസം പിന്നിട്ടു. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ 13 ദിവസം മാത്രം ശേഷിക്കെ നിരവധി സമരരീതികൾ നടത്തി സർക്കാരിന്റെ ശ്രദ്ധയിൽ വിഷയം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. 30% താഴെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതുവരെ നിയമനം ലഭിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സമരം. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRൽ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. SFIOയുടെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് തുടർ നടപടികൾ സ്റ്റേ ആവശ്യപ്പെട്ട് CMRൽ വന്നത്. പൂർത്തിയാക്കിയ SFIO സമർപ്പിച്ച കുറ്റപത്രം ED CBI ഡയറക്ടർമാർക്ക് കൈമാറും.
മാർക്കറ്റിംഗ് ടാർഗറ്റ് പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ കൊച്ചിയിൽ യുവാക്കൾ ക്രൂരമായ തൊഴിൽ പീഡനത്തിന് ഇരയായി എന്ന ആരോപണം തള്ളി ജില്ലാ ലേബർ ഓഫീസറുടെ റിപ്പോർട്ട്. പ്രചരിക്കുന്നത് വ്യാജ ദൃശ്യമാണെന്നാണ് തൊഴിൽ വകുപ്പിന്റെ കണ്ടെത്തൽ. തൊഴിൽ പീഡനം ഉണ്ടായിട്ടില്ലെന്നും സ്ഥാപനത്തിലെ മുൻ ഉദ്യോഗസ്ഥനായ മനാഫ് നിർബന്ധിച്ചാണ് വീഡിയോ പകർത്തിയതെന്നും നിലവിലെ ജീവനക്കാരനായ യുവാവ്. കോഴിക്കോട് പുതിയങ്ങാടിയിൽ മകനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ലഹരിക്കടിമയായ പിതാവ് അറസ്റ്റിൽ. അത്താണിക്കൽ ബീച്ച് സ്വദേശി ജാഫറിനെയാണ് എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജാഫർ മകന്റെ കഴുത്തറുക്കാൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. മുന്നറിയിപ്പുള്ള ജില്ലകളിൽ 24 മണിക്കൂറിൽ മഴ ലഭിച്ചേക്കുമെന്നാണ് അറിയിപ്പ്. തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലും നിലനിൽക്കുന്ന ചക്രവാത ചുഴികളുടെ സ്വാധീന ഫലമായാണ് മഴ. പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടെ ബില്ല് നിയമമായി. അടുത്ത ആഴ്ചയോടെ ബില്ലിൽ ഒപ്പുവെക്കുമെന്നായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി ബില്ലിൽ ഒപ്പുവെച്ചത്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറങ്ങുന്നതോടെ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും പുറത്തിറക്കും. രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നായ പുത്തൻ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡാണ് 535 കോടി രൂപ ചെലവിൽ പുതിയ പാലം പണിതത്. സമുദ്രനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരമുള്ള പുതിയ പാലത്തിന് 2 കിലോമീറ്ററിലധികം ദൈർഘ്യമുണ്ട്. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണ്. പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ പണനയ യോഗം നാളെ ആരംഭിക്കും. കഴിഞ്ഞ മാസങ്ങളിൽ പണപ്പെരുപ്പത്തിൽ കുറവുണ്ടായ സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് വായ്പ നിരക്ക് കുറച്ചേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വായ്പ എടുത്തവർ. നിരക്കുകളിൽ 25 ബേസിസ് പോയിന്റ് കുറവുണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനങ്ങൾ. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ പകരച്ചുങ്കം പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വരാനിരിക്കുന്ന ദിവസങ്ങൾ എളുപ്പമാകില്ല എന്നാണ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. പകരച്ചുങ്കത്തിന് മറുപടിയായി കാനഡയും ചൈനയും അമേരിക്കയ്ക്കെതിരെ പ്രതികാര ചുങ്കം പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ ജനം തെരുവിലിറങ്ങി. പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധം അരങ്ങേറി. കൂട്ട പിരിച്ചുവിടലും തീരുവ യുദ്ധവും അടക്കമുള്ള നയങ്ങൾ അമേരിക്കയെ തകർക്കുമെന്ന് സമരക്കാർ. ട്രംപ് ഭരണകൂടം ജനാധിപത്യ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുകയാണ് എന്നും വിമർശനം. ചൈനീസ് സാമൂഹിക മാധ്യമമായ ടിക്ടോക്കിന് US പ്രവർത്തിക്കാൻ 75 ദിവസം കൂടി നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. ഈ സമയപരിധിക്കകം അമേരിക്കയിൽ ടിക്ടോക്കിനെ അമേരിക്കൻ ഉടമസ്ഥതയിൽ കൊണ്ടുവരാനുള്ള പുതിയ കരാറിലെത്തണം. ടിക്ടോക്ക് വിൽപ്പനയിൽ നിന്ന് പിന്മാറുന്നു എന്ന് ചൈനീസ് ഉടമസ്ഥരായ ബൈറ്റ് ഡാൻസ് വൈറ്റ് ഹൗസിനെ അറിയിച്ചു. കൂടുതൽ കേരള വാർത്തകളിലേക്ക്. തിരുവനന്തപുരം ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം 52 ഗ്രാം MDMA മയക്കുമരുന്നുമായി യുവതിയടക്കം 3 പേരെ പോലീസ് പിടികൂടി. ചിറയൻകീഴ് സ്വദേശിയും നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയുമായ സുമേഷ്, കഠിനംകുളം സ്വദേശി ജിഫിൻ പാലക്കാട് എന്നിവരാണ് പിടിയിലായത്. തൃശൂരിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. ഇടുക്കി അടിമാലി സ്വദേശി മാണിക്യമാണ് പിടിയിലായത്. പ്ലാസ്റ്റിക് കവറിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവും പിടിച്ചെടുത്തു. കോഴിക്കോട് വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനത്തിൽ നിന്ന് രാസലഹരി പിടികൂടി. തൊടിയിൽ ബീച്ച് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. തൊടിയിൽ ബീച്ച് പരിസരം കേന്ദ്രീകരിച്ച് വെള്ളയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് വാഹനം നിർത്താതെ പോയത്. മലപ്പുറം സ്വദേശി ഷബീബ്, വയനാട് സ്വദേശി മുഹമ്മദ് ഷിനാസ് എന്നിവരെ ആണ് പിടികൂടിയത്. കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി 45 വയസ്സുകാരൻ പിടിയിൽ. തിരുവനന്തപുരം KSRTC ബസ്സിലെ യാത്രക്കാരനായ പുനലൂർ സ്വദേശി സജീവ് കുമാറാണ് അറസ്റ്റിലായത്. 2 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. കോട്ടയം കഞ്ഞിക്കുഴിയിൽ യുവാവ് ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ചു. റാന്നി സ്വദേശി ജേക്കബ് തോമസ് ആണ് മരിച്ചത്. IT സ്ഥാപനത്തിലെ ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. ജോലി സമ്മർദ്ദം സൂചിപ്പിച്ച് ജേക്കബ് അമ്മയ്ക്ക് വീഡിയോ സന്ദേശം അയച്ചിരുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു.
മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കൊടുമുടി സ്വദേശി അബ്ദുൽ കരീമാണ് മരിച്ചത്. വളാഞ്ചേരി വട്ടപ്പാറ CI ഓഫീസിന് സമീപമാണ് അപകടം. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെതിരെ പോലീസ് കേസെടുത്തു. ഇന്ന് രാവിലെയാണ് പെരുമ്പാവൂർ സ്വദേശി അസ്മ പ്രസവത്തെ തുടർന്ന് മരിച്ചത്. പ്രസവശേഷമുണ്ടായ അമിത രക്തസ്രാവമാണ് മരണത്തിന് കാരണം. മരണത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ബന്ധുക്കൾ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിനു മുൻപ് നടന്ന 2 പ്രസവവും വീട്ടിൽ തന്നെ ആയിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. സിദ്ധവൈദ്യവും മന്ത്രവാദവും പഠിച്ച സിറാജുദ്ദീൻ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിന് എതിരായിരുന്നുവെന്നാണ് പ്രദേശവാസികളുടെ മൊഴി. എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ MBBS 3ാം വർഷ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് സ്വദേശി അമ്പിളിയാണ് മരിച്ചത്. ആത്മഹത്യയാണ് എന്നാണ് നിഗമനം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് കുന്നമംഗലത്ത് KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ മദ്രസ അധ്യാപകൻ മരിച്ചു. മലപ്പുറം മുതുവല്ലൂർ സ്വദേശി മുഹമ്മദ് ജസീലാണ് മരിച്ചത്. തോട്ടുമുക്കം ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ അധ്യാപകനാണ്. സഹയാത്രികനായ കാവനൂർ സ്വദേശി ഷഹബാസ് അഹമ്മദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. തൃശൂർ തലോരിൽ കോഴിമാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന കോഴിമാലിന്യം ഉടൻ നീക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മലപ്പുറം നെന്മിനിയിൽ സ്ത്രീയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കരുവാരക്കുണ്ട് പുന്നക്കാട് സ്വദേശി ഷംസുദ്ദീൻ. വീട്ടിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി അടുക്കള ഭാഗത്തുകൂടി അതിക്രമിച്ച് കയറിയ ഷറഫുദ്ദീൻ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിലവിളി കേട്ട് വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളും നാട്ടുകാരും ഓടിയെത്തി പ്രതിയെ തടഞ്ഞു വയ്ക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആലപ്പുഴ കറ്റാനം കവലയ്ക്ക് സമീപം മാരകായുധങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ. ഭരണിക്കാവ് സ്വദേശികളായ മുഹമ്മദ് നാഫിൽ, നിതിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കളീക്കൽ ക്ഷേത്രത്തിന് മുൻവശം മോട്ടോർ സൈക്കിളിലെത്തിയ യുവാക്കൾ അക്രമാസക്തരാവുകയും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. തൃശൂർ പല്ലിശ്ശേരി ഇരട്ടക്കൊലക്കേസിൽ പ്രതിക്ക് ട്രിപ്പിൾ ജീവപര്യന്തം ശിക്ഷ. പല്ലിശ്ശേരി സ്വദേശി വേലപ്പനെയാണ് 3 ജീവപര്യന്തം തടവിനും പിഴ അടയ്ക്കാനും തൃശൂർ SC/ST സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പല്ലിശ്ശേരി സ്വദേശികളായ ചന്ദ്രൻ, മകൻ ജിതിൻ കുമാർ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2022 നവംബറിലായിരുന്നു സംഭവം. കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിനെ തുടർന്ന് പട്ടാമ്പിയിൽ പെട്രോൾ പമ്പിലെ വനിതാ ജീവനക്കാരെയും മാനേജരെയും മർദ്ദിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുപ്പിയിൽ പെട്രോൾ നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു മർദ്ദനം. ഓഫീസിലിരുന്ന മാനേജരെ വലിച്ചിഴച്ച് പെട്രോൾ അടിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ച ശേഷം ബലമായി കുപ്പിയിൽ പെട്രോൾ നിറച്ച ശേഷം സംഘം മടങ്ങുകയായിരുന്നു. ജീവനക്കാർ CCTV ദൃശ്യം സഹിതം ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകി. Kavita Gold and Diamonds. Choose your special. Max Value Credits and Investments Limited. Milma Ice Cream. Friends in the flavors. സൈലം ഇനി നമ്മുടെ നാട്ടിലും. നീറ്റ് കീം എൻട്രൻസിന് കേരളം മുഴുവൻ സൈലം ക്രാഷ്. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിൽ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. അതിവേഗ വാർത്തകൾ തുടരുന്നു. എറണാകുളം മുനമ്പത്ത് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. കോൺവെന്റ് റോഡ് സ്വദേശി സനീഷാണ് അറസ്റ്റിലായത്. മുനമ്പം സ്വദേശി സിനുവിനെയാണ് പ്രതി കൊലപ്പെടുത്തിയത്. ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ്. തിരുവനന്തപുരത്ത് നിരവധി കേസിലെ പ്രതി കാപ്പ നിയമപ്രകാരം പിടിയിൽ. പാറശാല കൊറ്റാമം സ്വദേശി റംഷാദാണ് പിടിയിലായത്. ജില്ലയ്ക്കകത്തും പുറത്തുമായി നിരവധി സ്റ്റേഷനുകളിലായി അറസ്റ്റ് വാറന്റുകൾ ഇയാൾക്ക് മേലുണ്ട്. അടിപിടി, മോഷണം, പിടിച്ചുപറി ഉൾപ്പെടെ 40-ലധികം കേസുകളിലെ പ്രതിയാണ്. ആലപ്പുഴ മാന്നാറിൽ റെയിൽവേയിൽ TTI ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതി പിടിയിൽ. തിരുവനന്തപുരം കണിയാപുരം സ്വദേശി AP ഇബ്രാഹിം കുട്ടിയാണ് അറസ്റ്റിലായത്.
മാന്നാർ സ്വദേശി മോഹനകുമാറാണ് തട്ടിപ്പിനിരയായത്. 2021 മകന് ജോലി നൽകാമെന്ന് പറഞ്ഞ് മോഹനകുമാറിൽ നിന്ന് 18 ലക്ഷം രൂപ പ്രതി തട്ടിയെടുക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ കൊടകരയിൽ സൈബർ തട്ടിപ്പിലൂടെ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേർ റിമാൻഡിലായി. വയനാട് പുൽപ്പള്ളി സ്വദേശി മുഹമ്മദ് ഷാഫി, അമ്പലവയൽ സ്വദേശി ഡെന്നി എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ കൊടകര കനകമല സ്വദേശിയെ ഷെയർ വാങ്ങിച്ചാൽ ഇരട്ടിയായി തുക തിരിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. തൃശൂരിൽ വാഹനങ്ങളുടെ രേഖകളിന്മേൽ അമിത പലിശയ്ക്ക് പണം കൊടുത്തിരുന്നയാൾ പിടിയിലായി. താണിക്കുളം സ്വദേശി ജെയ്സൺ സിയെയാണ് വിയ്യൂർ പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലൈസൻസോ മറ്റ് അധികാരപത്രങ്ങളോ ഇല്ലാതെയാണ് ഇയാൾ അമിത പലിശയ്ക്ക് പണം കടം കൊടുത്തിരുന്നത്. തൃശൂരിൽ പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് കല്ലെറിഞ്ഞ് തകർത്ത കേസിലെ പ്രതികൾ പിടിയിൽ. ലാലൂർ സ്വദേശികളായ പ്രജിത്ത്, സന്തോഷ് എന്നിവരെയാണ് വെസ്റ്റ് പോലീസ് പിടികൂടിയത്. തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന ജീപ്പിന്റെ ഗ്ലാസ് എറിഞ്ഞുടയ്ക്കുകയായിരുന്നു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. 17 വയസ്സുള്ള പ്രതിയെ ഗവൺമെന്റ് ഒബ്സർവേഷനിലേക്ക് മാറ്റി. സമൂഹ മാധ്യമം വഴി യുവതികളുമായി സൗഹൃദം നടിച്ച് നഗ്നതാ പ്രദർശനം നടത്തുകയും വ്യാജ ഫോട്ടോകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്ത പ്രതി പിടിയിൽ. മാറഞ്ചേരി സ്വദേശി മുഹമ്മദ് ഫുവാദാണ് പിടിയിലായത്. കോഴിക്കോട് സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. നിരവധി സ്ത്രീകളെ പ്രതി ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കിയതായി പോലീസ് പറയുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി ഫോണുകളും സിം കാർഡുകളും പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തു. കുപ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂരിൽ അറസ്റ്റിൽ. ആലപ്പുഴ ചെന്നിത്തല സ്വദേശി പ്രസാദിനെയാണ് മുനിസിപ്പൽ പഴയ ബസ് സ്റ്റാൻഡ് സമീപത്ത് നിന്ന് പോലീസ് പിടികൂടിയത്. കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതിയാണ്. ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുന്നതിനാൽ പ്രസാദിനെതിരെ വാറന്റ് നിലവിലുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് പട്ടാമ്പിയിൽ കനത്ത വേനൽ മഴയിൽ വാടാനംകുരിശിയിൽ കടകളിലേക്ക് വെള്ളം കയറി. ഉളപ്പുള്ളി പാതയുടെ അശാസ്ത്രീയ നിർമ്മാണവും അഴുക്കുചാൽ സംവിധാനം ഇല്ലാത്തതുമാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഉളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ അശാസ്ത്രീയത മൂലം പ്രദേശത്തെ ജനസേവന കേന്ദ്രത്തിലേക്ക് വെള്ളവും ചെളിയും കുത്തിയൊലിച്ച് എത്തുന്ന അവസ്ഥയിലാണ്. ഇടുക്കി വട്ടവട പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 58, 59 ബ്ലോക്കുകളിലെ ഗ്രാൻഡീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്ത് വരുന്നു. പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണ് ഇത് എന്നും നിലവിൽ ഇവിടെ നിന്ന് മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ നിയമതടസ്സങ്ങൾ ഉണ്ട് എന്നുമാണ് കർഷകരുടെ പരാതി. മരങ്ങൾ മുറിച്ചു നീക്കപ്പെട്ടാൽ ഈ ഭാഗത്തേക്ക് കൂടി പച്ചക്കൃഷി വ്യാപിപ്പിക്കാമെന്നാണ് കർഷകർ പറയുന്നത്. ഇടുക്കി മാങ്കുളം മേഖലയിലും മനുഷ്യ വന്യജീവി സംഘർഷം തുടരുന്നു. ഇത് ലഘൂകരിക്കാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് വനം വകുപ്പ്. കാട്ടുമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ വിവിധ ഇടങ്ങളിൽ വനം വകുപ്പ് കുളങ്ങൾ തീർത്തു. വനം വകുപ്പ് ജീവനക്കാരും വാച്ചർമാരും വിവിധ കോളേജുകളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളും ഒരുമിച്ചാണ് കുളങ്ങൾ ഉണ്ടാക്കിയത്. മെയ് 12 നടക്കാനിരിക്കുന്ന മംഗളാദേവി ചിത്രാ പൗർണമി ഉത്സവം സുഗമവും സുരക്ഷിതവുമായി നടത്തുന്നതിന് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന യോഗം ചേർന്നു. ബുദ്ധിമുട്ടില്ലാതെ ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 18,000 മുതൽ 20,000 വരെ ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം കുറ്റിപ്പുറം വില്ലേജ് ഓഫീസിനെ സ്മാർട്ട് റവന്യൂ ഓഫീസാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA നൽകിയ ശുപാർശയെ തുടർന്നാണ് 2024 സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജിനെ സ്മാർട്ട് റവന്യൂ ഓഫീസാക്കാനാണ് പദ്ധതി. ഇതോടെ മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് പദ്ധതിയിൽ ഉൾപ്പെട്ടു. മലപ്പുറം ഏറനാട് താലൂക്കിന് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചതിൻ്റെ ഭാഗമായി ജീവനക്കാർക്ക് അനുമോദനവും മികച്ച റവന്യൂ ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ഏറനാട് താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. RR ഡെപ്യൂട്ടി തഹസിൽദാർ SR റെജി രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റ് പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തയ്യാറാക്കിയ റീൽസ് പ്രകാശനം ചെയ്തു. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ IAS പ്രകാശനം നിർവഹിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ജനപ്രതിനിധികളും തുടങ്ങിയവരും പങ്കെടുത്തു.
ആലപ്പുഴ ചെങ്ങന്നൂരിൽ പാണ്ടനാട് വെസ്റ്റ് പമ്പ റെസിഡൻസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇന്ദുകാന്തം ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് നടത്തി. കാർത്തികപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ വി അരുൺകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോട്ട് പക്ഷിമൃഗാദികളുടെ അവകാശങ്ങളും ഉഷ്ണതരംഗത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ചെയ്യേണ്ട കാര്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ എന്ന മൃഗസംരക്ഷണ സംഘടനയാണ് നേതൃത്വം നൽകുന്നത്. വിദ്യാർത്ഥികൾക്കായി കരുതലിനായി കൊച്ചുകരങ്ങൾ എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ IPSന്റെ നേതൃത്വത്തിൽ കൊല്ലം ഇരവിപുരം കമ്മ്യൂണിറ്റി ഹാളിൽ പരാതി പരിഹാര അദാലത്ത് നടന്നു. ലഹരി ഉപയോഗവും അതിക്രമങ്ങളും തടയുക എന്നതാണ് ലക്ഷ്യം. പ്രദേശവാസികൾ ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കമ്മീഷണർക്കും ACPക്കും പരാതി നൽകി. തൃശ്ശൂരിൽ കോക്ലിയർ ഇംപ്ലാന്റീസ് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തന കൺവെൻഷൻ നടന്നു. സിയാക് സംസ്ഥാന പ്രസിഡന്റ് NK നവാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് MP ആനന്ദ് പങ്കെടുത്തു. തൃശൂർ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പുത്തൻപീടിക ഉദയം അംഗനവാടി റോഡ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ പുരോഹിതന്മാരെയും വിശ്വാസികളെയും ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് തൃശൂർ പാവറട്ടിയിൽ കേരള കോൺഗ്രസ് M മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KJ മോജോ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത നടത്തുന്ന 28ാം പാലയൂർ തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പദയാത്ര പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ചു. ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ കോർഡിനേറ്റർ ജോൺസൺ കുടലിക്ക് പതാക കൈമാറിക്കൊണ്ട് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊരട്ടിയിൽ NH 544 റോഡിലെ ഗതാഗത കുരുക്കഴിക്കാൻ താൽക്കാലിക പാതയൊരുക്കി റൂറൽ പോലീസ്. താൽക്കാലിക പാതയിൽ വാഹനങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ പ്രധാനപ്പെട്ട കവലകളിൽ ദിശാ ബോർഡുകളും സ്ഥാപിച്ചു. തൃശൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ 95ാം വാർഷികത്തോടനുബന്ധിച്ച് സർവോദയ സദസ്സ് സംഘടിപ്പിച്ചു. സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി. തന്ത്രി രമേശ് ഭാനു ഭണ്ഡാരത്തിൻ്റെ കാർമ്മികത്വത്തിൽ ഉത്സവം കൊടിയേറി ഏപ്രിൽ 15-ന് പൂരത്തോടുകൂടി സമാപിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപക പ്രസിഡന്റ് ഗായിദെ മില്ലത്ത് ഇസ്മയിൽ സാഹിബിൻ്റെ 53ാം ചരമവാർഷിക ദിനം ആചരിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ASM അസ്ഗർ അലി തങ്ങൾ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. തന്ത്രിമാരായ അഴകത്തുമനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരിയും ഹരീഷ് കുമാർ നമ്പൂതിരിയും പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ ഉത്സവത്തിന് തുടക്കമായി. മലപ്പുറം വളാഞ്ചേരിയിൽ കോട്ടക്കൽ നിയോജക മണ്ഡലം ലഹരി നിർമ്മാർജ്ജന സമിതി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങൾ നിരീക്ഷിക്കുവാൻ പ്രത്യേക പോലീസ് സംവിധാനം ഏർപ്പെടുത്തണമെന്നും ലഹരി മാഫിയകൾ കൈയടക്കിയിരിക്കുന്ന പ്രദേശങ്ങളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കണമെന്നും നഗരസഭയോട് ആവശ്യപ്പെടാൻ യോഗത്തിൽ തീരുമാനമായി. അതിവേഗ വാർത്തകൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.